You all will be heard of IISc, Indian Institute of Science. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ അണ്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോണമസ് ആൻഡ് നോൺ പ്രോഫിറ്റബിൾ റിസർച്ച് ഓർഗനൈസേഷനാണ് CBR അഥവാ സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച്. ലൈഫ് സയൻസ് ഏരിയയിലൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് പേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഹാൻഡ്സ് ഓൺ സ്കിൽ ലേൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഈ സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് എല്ലാ വർഷവും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പ്രീവിയസ്ലി 2 തവണയാണ് ഇവരിത് പ്രൊവൈഡ് ചെയ്തത്. ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദീസ് 2 years അവർ ഇവരുടെ 3ാമത്തെ പ്രാവശ്യം ഈ ഇൻറ്റേൺഷിപ്പ് ഈ വർഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ യു വാച്ചിങ് സൈ ഹൈ ഇൻഫോ. ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ ഫർദർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്നുള്ളവർക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇവരുടെ ഒഫീഷ്യൽ വെബ് ഹാൻഡിൽ എന്ന് പറയുന്നത് CBR-IISc.ac.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ് ഹാൻഡിലാണ്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അവിടുന്ന് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ഇനിഷ്യലി നമ്മൾ അവരുടെ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അവരുടെ CBRൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. ദെൻ നമുക്ക് ആവശ്യമുള്ളത് അവരുടെ IISc CBR റിസർച്ച് ഇൻറ്റേൺഷിപ്പ് 2025 അതിൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒഫീഷ്യൽ ഇൻറ്റേൺഷിപ്പ് ഹാൻഡിലിൽ എത്താൻ പറ്റും. ഓക്കെ, സോ ഇതിലവർ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ അഥവാ CBRAIN ഇൻറ്റേൺഷിപ്പ്. സോ ആദ്യം തന്നെ അതിൻ്റെ ഒരു പ്രിൻ്റബിൾ ഫ്ലയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം നമുക്ക്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു പോസ്റ്റർ അവർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോസ്റ്റർ. ഇതിൽ തന്നെ ഈ ഇൻറ്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സോ നിങ്ങൾക്കൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിലോ മറ്റോ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റർ ഷെയർ ചെയ്യാവുന്നതാണ്. ദെൻ ഇനീഷ്യലി അവരെ കുറിച്ചുള്ള ഒരു സമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവർ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഇത്തവണത്തെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ലൈഫ് സയൻസ് അത്തരത്തിലുള്ള കോഴ്സുകൾ പേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ബേസിക് സയൻസ് റിസർച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ഏജിങ് ഓഫ് ബ്രെയിൻ ഫ്രം മോളിക്കുലാർ സെല്ലുലാർ ആൻഡ് ന്യൂറോ ഫിസിയോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ബ്രെയിനിൻ്റെ ഏജിങ്ങിൻ്റെ മോളിക്കുലാർ സെല്ലുലാർ ആൻഡ് ന്യൂറോ ഫിസിയോളജിക്കൽ പെർസ്പെക്റ്റീവിനെ സംബന്ധിച്ചിട്ടുള്ള റിസർച്ച് ആയിരിക്കും അവരുടെ ഇൻറ്റേൺഷിപ്പിൽ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുക. ഓൾസോ ഇപ്രാവശ്യത്തെ ഇൻറ്റേൺഷിപ്പിൽ അവരുടെ ഈ ഒരു CBRAIN ഇൻറ്റേൺഷിപ്പിൽ അവരുടെ ഒഫീഷ്യൽ ഫാക്കൽറ്റിയുടെ ഒപ്പം അവർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരിക്കും പ്രാക്ടിക്കൽ തിങ്സിൽ അല്ലെങ്കിൽ വെറ്റ് ലാബ് തിങ്സിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വെറ്റ് ലാബ് എക്സ്പീരിയൻസ് ചെയ്യാനോ അതുപോലെ തന്നെ വെറ്റ് ലാബ് സ്കിൽസ് ലേൺ ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ. അതുപോലെ തന്നെ ഈ ഒരു ആഗ്രഹം മാത്രം പോരാ, ബ്രെയിൻ റിസർച്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ റിസർച്ചിലൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ കൂടി ആയിരിക്കണം നിങ്ങൾ. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യുക. ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഒന്നെങ്കിൽ പ്രീ ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ഓഫ് ദെയർ മാസ്റ്റേഴ്സ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഇയറിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ആവുന്നതാണ്. ദെൻ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ UG കോഴ്സസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒന്നെങ്കിൽ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫീൽഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് അവർ പറയുന്നത് ലൈഫ് സയൻസ് അല്ലെങ്കിൽ ബയോടെക്നോളജി, അതും അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റിസർച്ചിന് റിലവൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിൽ നിന്നാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രീ ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ഓഫ് MD, MS, MDS, MPH ആൻഡ് MBBS ആർ ഓൾസോ എൻകറേജ്ഡ് ടു അപ്ലൈ. നമ്മുടെ മെഡിക്കൽ കോഴ്സസ് ചെയ്യുന്ന സ്റ്റുഡൻസിനും എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അവർ ഇതുവഴി പറയുന്നത്. ദെൻ ഏജിങ് ഓഫ് ബ്രെയിനിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ആയിരിക്കും നടക്കുന്നത്. ഓൾറെഡി അവർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ
പ്രിഫറൻസ് ഓഫ് ടോപ്പിക്സ് കൊടുക്കണം. 5 or 6 ടോപ്പിക്സ് അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു എത്ര ടോപ്പിക്സിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അത് നമ്മുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു PDF കിട്ടും. സോ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആ PDF. അതിൽ പ്രോജക്റ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രോജക്റ്റിൻ്റെ ഹെഡിങ്ങും അതുപോലെ തന്നെ നെയിം, അതിൽ കീവേഡ്സ്, പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ ആൻഡ് മെൻറ്റർ, ഇതിൻ്റെ നെയിംസ് എല്ലാം ഡീറ്റെയിൽസ് ആൻഡ് നെയിംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു PDF-ൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സാലറി ഫീച്ചേഴ്സ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത്, ഒന്ന് ഇൻറ്റേൺഷിപ്പ് 3 മാസമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഇസ് എ 3 month ഇൻറ്റേൺഷിപ്പ്. അതുപോലെ തന്നെ ഇതിലും കുറഞ്ഞ അല്ലെങ്കിൽ 3 മാസത്തിൽ കുറഞ്ഞ ഇൻറ്റേൺഷിപ്പ് അവർ ഒരു പക്ഷേ തന്നേക്കാം. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈല് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ കാലയളവിൽ അവരുടെ CBRലെ ഒഫീഷ്യൽ ഫാക്കൽറ്റിയുടെ അണ്ടറിൽ ഈ ഒരു വർക്ക് മാത്രമല്ല മറ്റ് പ്രോജക്ട്സിലും അല്ലെങ്കിൽ മറ്റ് റിസർച്ചേഴ്സ് സ്കോളേഴ്സൊക്കെ ആയിട്ട് അവർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു ക്രോസ് ഫങ്ഷണൽ റിസർച്ച് അറ്റ്മോസ്ഫിയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രോജക്റ്റ് ടോപ്പിക്സ് ടോപ്പ് 3 പ്രിഫറൻസ് ആണ്. നമുക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത് അത്തരത്തിലുള്ള 3 പ്രിഫറൻസാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ആപ്ലിക്കേഷനിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ദെൻ സ്റ്റൈപ്പൻഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദിസ് ഈസ് എ ഫ്രീ ഇൻറ്റേൺഷിപ്പ് വിത്ത് ഫെലോഷിപ്പ് ഒരു സ്റ്റൈപ്പൻഡ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിന് നിങ്ങൾക്ക് ടോട്ടലി 20,000 per month ആണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ 20,000 per month സ്റ്റൈപ്പൻഡ് ഉള്ള ഒരു ഫ്രീ ഇൻറ്റേൺഷിപ്പാണ് IISc സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ചാൻസ് മിസ്സാകാതിരിക്കുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രോഗ്രാം കാലയളവിൽ നമ്മൾ CBRൻ്റെ അപ്ലിക്കബിൾ നോംസ് അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അത് ഏതൊരു ഇൻറ്റേൺഷിപ്പ് ആണെങ്കിലും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റൂൾസ് ആൻഡ് നോംസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. സോ അത് ഇവിടെയും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിൻ്റെ അവസാനം നമുക്കൊരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കാലയളവിൽ ചെയ്ത കാര്യങ്ങളിലേക്ക് ഒരു സമ്മറി അല്ലെങ്കിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു പോസ്റ്റർ പ്രസൻറ്റേഷനും ചെയ്യേണ്ടി വരും ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പ് എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ പ്രോസസ്സായിട്ട് പറയുന്നത് ഇതൊരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 19, 2025 ആണ്. ഈ മാസം May 19 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് ആരൊക്കെയാണ് സെലക്റ്റഡ് ആയെന്നുള്ള റിസൾട്ട് May 27 പബ്ലിഷ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കാൻഡിഡേറ്റ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ SOP ആണ് ഇതിൻ്റെ മെയിൻ പാർട്ടി എന്ന് പറയുന്നത്. അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുടെ മോട്ടിവേഷൻ, ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്താണ്, അതുപോലെ തന്നെ അത് അവരുടെ കരിയറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ബെനിഫിറ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കമെൻഡേഷനും കാര്യങ്ങളും നമ്മൾ ഇനീഷ്യൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് ആദ്യം കൊടുക്കേണ്ടതില്ല. നിങ്ങൾ സെലക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ അറിയിക്കുമ്പോൾ മാത്രം കൊടുത്താൽ മതി എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അതും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യണമെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിലും ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യങ്ങളിലും എല്ലാത്തിലും CBRൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനലായിരിക്കും എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലൈഫ് സയൻസ് സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ഫ്രീ ഇൻറ്റേൺഷിപ്പാണ് വിത്ത് 20,000 per month സ്റ്റൈപ്പൻഡ്. സോ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്നുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.